Hi everyone, welcome back to yet another episode of Travel Mug. Guys, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് എന്തായാലും ഓണായിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അടൂരിന്ന്. ഇന്നലെ രാത്രി എന്നിട്ട് നമ്മൾ നേരെ കുട്ടിക്കാനം വന്നു. ഇന്നലെ രാത്രി കുട്ടിക്കാനത്ത് സ്റ്റേ ചെയ്തു. ഇപ്പോൾ ഇവിടുന്ന് നേരെ കമ്പം തേനി കൊടൈക്കനാൽ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിതാ രാവിലെ കുട്ടിക്കാനത്തു നിന്ന് ഉറക്കൊഴുന്നേറ്റ് ഇവിടെ ഒരു ഓലിയിൽ വന്നിട്ട് ഒന്ന് മുഖവും കാര്യങ്ങളെല്ലാം കഴുകി ഫ്രഷ് ആയി മുമ്പോട്ട് നീങ്ങാനുള്ള പ്ലാനിലാണ്. നമ്മുടെ വണ്ടിയുടെ അപ്ഡേറ്റ്സ് ഒന്നും പിന്നെ കൂടുതൽ കാണിക്കാൻ പറ്റിയില്ല. വണ്ടി ഇതാ ഇപ്പം ഈ ഒരു കണ്ടീഷനിലാണ് കിടക്കുന്നത്. നമുക്ക് എന്തായാലും തിരിച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. രാവിലെ നല്ല മഴയും നല്ല തണുത്ത ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. കല്ല് കഴിച്ചു മുഖമൊക്കെ കഴുകി ഇനി പയ്യെ മുമ്പോട്ട് നീങ്ങാണ്. നമ്മളിപ്പോൾ കരടിക്കുഴിയൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ. മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഒരു ഭംഗി ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ കേട്ടോ മലയൊക്കെ. ഇന്ന് ക്ലൈമറ്റ് നല്ല രസമുണ്ട്. ചെറിയ മഴക്കോള് എന്നാൽ വലിയ വെയിലില്ല, നല്ല തണുപ്പുമുണ്ട്. ആകെ മൊത്തത്തിൽ സൂപ്പർ. ഈ മലയൊക്കെ നോക്കി അടിപൊളി. ആകാശത്തിന്റെ ആ ഒരു നീലിമയും മലയുടെ ആ ഒരു പച്ചപ്പും മൊത്തത്തിൽ കണ്ണിന് ഭയങ്കര കളർഫുൾ ആണോ. അതുപോലെ തന്നെ ക്ലൈമറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ല ചൂടോ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മഴക്കോളും കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല തണുപ്പും ഒരു ഇളം തണുപ്പ്, ഓരോ തണുപ്പൊന്നുമില്ല. കുട്ടിക്കാനത്തുനിന്ന് നമ്മുടെ ഈ പീരുമേട് കമ്പം തേനി ആ പോകുന്ന റോഡ് അടിപൊളി റോഡാണ്. നമ്മളിപ്പോൾ 55 മൈൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. റോഡ് അത്യാവശ്യം നല്ല റോഡാണ്. റോഡിൽ നമ്മളിതാ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വലിയ കട്ടറോ കാര്യങ്ങളോ കുഴികളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കമ്പന്തേനി റൂട്ടിൽ നമ്മുടെ തമിഴ്നാടിനകത്തോട്ട് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോറസ്റ്റ് റൂട്ടാണ്. നമ്മളിപ്പോൾ ഫോറസ്റ്റ് റൂട്ടിലോട്ട് മുമ്പോട്ട് നോക്കിയാൽ കാണാം. നമ്മൾ ഫോറസ്റ്റ് റൂട്ടിനകത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല തണുപ്പാട്ടോ. സൂര്യപ്രകാശം കാണാനില്ല, വെയില് കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല തണുപ്പും നല്ല ഇടതൂർന്ന കാടാട്ടോ. ഫുള്ള് മുള ഈറ ഇത് ഇല്ലാത്ത സാധനമൊന്നുമില്ല. അങ്ങനെ നമ്മളെന്തായാലും തമിഴ്നാട് എൻ്റർ ആയിട്ടുണ്ട്. നമുക്കിനി മുമ്പോട്ട് പോയി നോക്കാം. ഗൈസ്, നമ്മളങ്ങനെ ഈ ഫോറസ്റ്റ് റൂട്ടിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അടിപൊളി ഒരു കാഴ്ച ഉണ്ട് നിർത്തി കേട്ടോ. നമുക്കൊരു വ്യൂ പോയിന്റ് കാണിച്ചു തരാം. അതായത് നമ്മൾ വന്ന റൂട്ട് അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നത് യൂ ടേൺ അടിച്ച് താപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്ക് തമിഴ്നാടിൻ്റെ ഏതോ ഒരു ഗ്രാമത്തിൻ്റെതാ ഫുള്ളൊരു വ്യൂ കാണാം കേട്ടോ. നമ്മളിപ്പോൾ മേളിൽ നിൽക്കുക. ഇതൊരു താഴ്വാരത്തിൻ്റെ ഫുള്ള് വ്യൂ കാണാം. അവിടെ എന്തോ ഒരു ഫാക്ടറിയോ കാര്യങ്ങളോ ഉണ്ട്. നല്ല വാസ്റ്റായിട്ട് കൃഷി സ്ഥലവും അതും ഇതും എല്ലാം കാണാം കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമുക്കിനി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി മുമ്പോട്ട് പോയി നോക്കാം. നമുക്ക് ഇനി കമ്പം തേനി അവിടെയൊക്കെ ചെന്ന് കൃഷിസ്ഥലം സാധനങ്ങൾ എല്ലാം കാണാം. നമുക്കങ്ങനെ എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് മുമ്പോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കാം. ചൂടില്ലാത്തത് വെയിലുണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയുക ചൂടില്ല കേട്ടോ. ചൂടില്ലാത്ത ഒരു വലിയ അനുഗ്രഹമായിട്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിക്കകത്താകുമ്പോഴത്തേക്ക് AC കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ചൂടായിരിക്കും. അതിന് മുമ്പോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയാം. ഇതിപ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ചൂടോ കാര്യങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. എന്നാൽ വെയിൽ അത്യാവശ്യം ഉണ്ട്. പിന്നെ ഈ മരങ്ങളും കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന അതിന്റെ തണലും കാര്യങ്ങളും തണുപ്പും ഒക്കെ ഉണ്ട്. ഗൈസ്, നമ്മളത് ഓടി വന്നപ്പോഴത്തേക്ക് ഇത് നോക്കി ഏതോ ഡാമിന്റെ പെൻസ്റ്റോക്ക് പൈപ്പാണ് കേട്ടോ. മേളീന്ന് വെള്ളം കൊണ്ടുവരുന്നത്. എനിക്കൊന്ന് ഇവിടെ എന്തൊരു ഡാമോ കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ സൈസാ നോക്കി പെൻസ്റ്റോക്ക് പൈപ്പ്. ഇവിടെ നമുക്ക് ഇടതുവശത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രാമത്തിന്റെ ആ ഒരു വ്യൂ കാണാം കേട്ടോ. ഇവിടെയൊക്കെ അവർ ഫെൻസ് ചെയ്തിട്ട് താപ്പോട്ട് ആള് വലിയ കൊക്കയാണ്. താപ്പോട്ട് ആള് പോകാതിരിക്കാൻ വേണ്ടി ഫെൻസ് ചെയ്ത് ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവർ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക്
ഫുള്ള ഒരു ഗ്രാമത്തിന്റെ വ്യൂ അവിടെ നിന്നാണ്. അതുകൊണ്ട് പൈപ്പ് നോക്കി ഇവിടുന്ന് മാത്രമല്ലതാ, ഇവിടുന്ന് അങ്ങ് ചെന്ന് പിന്നെ അവിടുന്ന് മേളീന്ന് സാധനം വരുന്നുണ്ട്. അവിടുന്ന് ഇതിന് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടിരുന്നാണോടാ, അതാന്ന് തോന്നുന്നു സാധനം. താപ്പോട്ടുണ്ടോ? ഓ ഗൈസ്, അത് അവിടെ മേളീന്ന് ഇങ്ങനെ വന്ന് നമുക്ക് താഴെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാ കേട്ടോ. എന്നിട്ട് ദേ അവിടെ ദേ ഒരു അരുവി പോലെ അത് ദേ വെള്ളം അങ്ങോട്ട് വിടും. എനിക്കൊന്ന് ഇത് മറ്റേ ഇടുക്കി ഇവിടെ നിന്നല്ലടാ മുല്ലപ്പെരിയാർ. എനിക്കൊന്ന് ഇത് മുല്ലപ്പെരിയാറിന് വെള്ളം കൊണ്ടുവന്നാന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു കേട്ടോ, അറിയത്തില്ല. എനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നു മുല്ലപ്പെരിയാറിന് വെള്ളം അടിച്ചോണ്ട് പോകുന്നത് ഇതുവഴിയാന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോ എന്തായാലും ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ, നല്ല ലഷ് ഫോറസ്റ്റ് ആണ്, ഫുള്ള് കൊക്കയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവരൊരു സേഫ്റ്റിക്ക് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തെല്ലാം അവർ ഫെൻസ് ചെയ്ത് ആൾക്കാർക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. റോഡ് ചെറുതാണേ, ഇടുങ്ങിയ റോഡാണ്. ഒരു നല്ല ഒടിവാ കേട്ടോ, നല്ല കിട്ടില്ലെന്ന് ഇറങ്ങി ഇതാ കൊണ്ടിരിക്കുകയാണ്. നമ്മള് വീണ്ടും ഇതാ കറങ്ങി ആ പെൻ സ്റ്റോക്ക് പൈപ്പിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നോക്കിയേ, ആ കാണുന്ന ഇപ്പൊ അവിടെ നിന്നിട്ടാ നമ്മളിപ്പോ സംസാരിച്ചത്. അവിടെ നമ്മളിത് ഇറങ്ങി വീണ്ടും തൊട്ട് താഴെ റോഡിൽ വന്നിട്ട് ആ താഴ്വാരം കാണുന്നതെല്ലാം കമ്പന്തേനി ആ ഏരിയ ആണെന്ന് തോന്നുന്നു. ഇത് പൈപ്പിന്റെ സൈസ് നോക്കിക്കേ. നമ്മളിപ്പോ അവിടെ നിന്ന് കേട്ടോ, അവിടെ നമ്മളിപ്പോ കറങ്ങി ഒടിഞ്ഞത് താഴെ വീണ്ടും വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഇനിയും നമ്മളിതിനെ കടന്നു പോകുന്നു തോന്നല്ലേ. റോഡൊക്കെ നല്ല ഒടിവാ കേട്ടോ, നല്ല അടിപൊളി ഹെയർ പിന്നാ കേട്ടോ. ഇതാ നോക്കിയേ, അടിപൊളി ഒരു ഹെയർ പിൻ ഇറങ്ങി നമ്മൾ വീണ്ടും താപ്പോട്ട്. എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മളിനി പിന്നെയും കറങ്ങിയിട്ട് ഈ പൈപ്പിനടിയിൽ തന്നെ വീണ്ടും വരുമെന്ന് തോന്നുന്നു. എന്നാലും ഇത് മുഴുവൻ ഒന്ന് കണ്ടേക്കാം. ഞങ്ങളുടെ വെള്ളം കട്ടോട്ട് വന്നു ദേ പോകുന്നു. ഇതിപ്പോ ഇവിടെ എന്തോ കെട്ടി മറച്ചിട്ടുണ്ട്. ഇതായി വീണ്ടും താപ്പോട്ട്. നമ്മളങ്ങനെ ഇപ്പൊ കൊട്ടാരക്കര കൊല്ലം തേനി ഹൈവേ ആണുള്ളത് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ആയപ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസം മൊത്തത്തിൽ അറിയാനുണ്ട് കേട്ടോ. ചുറ്റും എന്താ തെങ്ങും തോപ്പും കൃഷിയിടങ്ങളും. ഇതാണ് കൊട്ടാരക്കര കൊല്ലം തേനി ഹൈവേ. നമ്മൾ ഈ ഹൈവേയിൽ ഇനി ഗൂഡല്ലൂർ കമ്പം ആ ഭാഗത്തോട്ട് മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തെങ്ങും തോപ്പ് നോക്കി. കേരളത്തില് നമ്മുടെ ഏരിയയിൽ തെക്കൻ കേരളത്തിലൊക്കെ ഇത്രയും തെങ്ങും തോപ്പൊന്നും ഇങ്ങനെ ഇതൊന്നും അല്ല. ഇതിപ്പോ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊരു ചെറിയ തെങ്ങും തോപ്പാ. ഇതാ അവിടെ എല്ലാം ഫുള്ള് കൃഷിയാണ് കേട്ടോ. അവിടെ എന്തോ പടവലോ പാവലോ പയറോ അങ്ങനെ എന്തോ പടർത്തി വിടുന്ന എന്തോ കൃഷിയാണ്. നമ്മൾ അവിടെ മേളിൽ നിന്ന് ഇറങ്ങി വന്നു. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇനി നമ്മൾ ഗൂഡല്ലൂർ കമ്പം ആ ഭാഗത്തോട്ട് നേരെ പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന പെരിയാർ വാട്ടർ ബ്രിഡ്ജിലാട്ടോ. നമ്മൾ നേരത്തെ കണ്ട പെൻ സ്റ്റോക്ക്, എനിക്കൊന്ന് നേരത്തെ നമ്മൾ കണ്ട പെൻ സ്റ്റോക്ക് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം എന്താ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ കാണുന്നത് പെരിയാർ പവർ സ്റ്റേഷൻ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ആ പെൻ സ്റ്റോക്ക് പൈപ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന കണ്ടത് അവിടുന്ന് വന്നിട്ട് ഇവിടെ സ്റ്റോർ ആയിട്ട് ഇവിടെ ആണെന്ന് തോന്നുന്നു. കൃഷിക്കും ഇവരുടെ വൈദ്യുതി ഇലക്ട്രിസിറ്റി അതിനുള്ള ആവശ്യത്തിനെല്ലാം ഇവിടാന്ന് തോന്നുന്നു അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇത് പെരിയാർ പവർ സ്റ്റേഷൻ എന്നാണ് കണ്ടത്. എന്തായാലും സ്ഥലമൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. നേരത്തെ തണുപ്പാ വെയിലില്ല എന്ന് പറഞ്ഞ ആ ഒരു അഹങ്കാരം ഇപ്പം മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പം താപ്പോട്ടിറങ്ങിയപ്പം പൊള്ളുന്ന വെയിലില്ലെങ്കിലും അത്യാവശ്യം നല്ല വെയിലും ചൂടുമൊക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ, അതുകൊണ്ട് ഒരു സുഖമുണ്ട്. ഓക്കെ, ഇതിന് കരയിലും എല്ലാം കൃഷികളാണ് കേട്ടോ. ഫുള്ള് തെങ്ങ് കാര്യങ്ങൾ. നമ്മൾ വരുന്ന വഴിക്ക് മൊത്തം കൃഷിയേ ഉള്ളൂ. വാഴ, പടവലം, അത് ഇത് കടുക്, ഇല്ലാത്ത കൃഷിയൊന്നുമില്ല. ഒരു നട്ട വെയിലത്തും കൃഷിയോട് കൃഷിയാണ് നിന്ന് സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ. നമ്മളങ്ങനെ തേനി ഡിസ്ട്രിക്റ്റിൽ എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഔട്ട്സ്കേർട്ടിൽ ഹൈവേ വെളിയിൽ കൂടെ ആണെന്ന് തോന്നുന്നു പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മാനയും മാഞ്ചാടിയും കാണാനില്ല. ഓപ്പൺ ആയിട്ട് നല്ല അടിപൊളി ഒഴിഞ്ഞ ഹൈവേ. അതിന്റെ രണ്ട് സൈഡിലും ഫുള്ള് അങ്ങോട്ട് കാണിച്ചാൽ ഫുള്ള് കൃഷി. ഇവിടെ അങ്ങോട്ട് നോക്കിയ തെങ്ങൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്നല്ലാതെ വേറെ ഒന്നും കാണാനില്ല കേട്ടോ. കൃഷി മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിലും. ഭൂമിയൊന്നും അങ്ങനെ തരിശായിട്ട് ഒന്നും കിടക്കാനില്ല. ഒരിറ്റ സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൃഷിയാണ്. ഇവിടെ കാറ്റാണ് കേട്ടോ, നല്ല കാറ്റാണ്. നമ്മുടെ വണ്ടി കൊച്ചു വണ്ടി കൂടെ അല്ല, വണ്ടി ഇങ്ങനെ ഓളം തല്ലുന്നുണ്ട് ഈ കാറ്റ് നടന്നിട്ട്. അതുപോലെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വലിയ ചൂടൊന്നും അറിയാനില്ല കേട്ടോ. ഇപ്പൊ ആകാശമൊക്കെ തെളിഞ്ഞിരിക്കും, എന്നാലും വലിയ ചൂടൊന്നും അറിയാനില്ല. കാറ്റുണ്ട്, അതുപോലെ ഒരു മങ്ങിയ കാലാവസ്ഥ നിൽക്കുക. പക്ഷെ ചൂടൊന്നും അറിയാനില്ല, കുഴപ്പമൊന്നുമില്ല. വാഴത്തൊക്കെ നോക്കി, വാഴയൊക്കെ ഫുള്ള് തിങ്ങി നിറഞ്ഞ് കൃഷിയോട് കൃഷിയാണ് കേട്ടോ. അതിനപ്പുറം മഞ്ഞ കളർ, അത് കടുകാന്ന് തോന്നുന്നില്ലേ മഞ്ഞ കളറുള്ളത്. ആ നെറ്റിട്ടിട്ട് അതിനകത്തുണ്ട് കടുകിന്റെ പൂവല്ലേ മഞ്ഞ തോന്നുന്നു. കടുക് കൃഷിയാന്ന് തോന്നുന്നുണ്ട്, അറിയിട്ടില്ല. മഞ്ഞ കളർ പൂവൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ കാണാം സൈഡ്. ഇവരുടെ വീട് വേറൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലൊക്കെ വീട് വെക്കുന്ന ഒരു രീതിയിലല്ല ഇവരിവിടെ വീട് വെക്കുന്നത്. ആ മതിലിനോട് തന്നെ ചേർന്ന് തന്നെ ആയിരിക്കും ആ വീടിന്റെ ആ ഒരു സൈഡ് ഭിത്തി കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മൾ അവിടെ ഇങ്ങോട്ട് എൻ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ലോകത്തെത്തിയ ഫീലാണ്. തമിഴ്നാട് എൻ്റർലി ഡിഫറെന്റ്. നമ്മുടെ ഒരേപോലത്തെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കൃഷിയുടെ
ഒരുക്കി റെഡിയാക്കി കൃഷിക്ക് വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിലൊക്കെ മലയും കാര്യങ്ങളും, വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, റോഡിലൊന്നും കാണാനില്ല. ഈ ഒരു വലിയ ഹൈവേയില് നമ്മളും ഇടയ്ക്ക് 1-2 വണ്ടികളും മാത്രം കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. ഇപ്പൊ നമ്മള് ഔട്ട്സ്കർട്ടിൽ കൂടെ പൊക്കോണ്ടിരിക്കും, പുറത്തുകൂടെ പൊക്കോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. നമ്മളെന്തായാലും ഇനിയിപ്പോ തേനി റൂട്ടിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. വീണ്ടും നോക്കിയോ, ഇവിടെ തെങ്ങും വാഴയും മാത്രമേ ഉള്ളൂ. അവിടെ ഫുള്ള് വാഴത്തോപ്പ്, ഇവിടെ ഫുള്ള് തെങ്ങും തോപ്പ്. നമ്മൾ ഈ വന്ന ഹൈവേയിൽ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞിരുന്നെങ്കിൽ ഗൂഡല്ലൂരായിരുന്നു കേട്ടോ. നമ്മളിപ്പം തേനി ഹൈവേയിൽ തേനിയെ ലക്ഷ്യമായിട്ട് പൊക്കോണ്ടിരിക്കുക. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഇവിടെ നോക്കി മറ്റേ ബന്ദിപ്പൂവിന്റെ ഒരു തോട്ടം കണ്ട് നിർത്തിയ കേട്ടോ. ബന്ദിപ്പൂ നിൽപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ കോഴിപ്പൂ ചുവപ്പ്, അത് ഇനിയിപ്പം കേരളത്തിൽ ഓണ സീസൺ അല്ലേ, അങ്ങോട്ട് അത്തപ്പൂടാണുള്ള പൂവെല്ലാം ഈ ഏരിയ നിന്നാണ് കൂടുതൽ കയറി പോകുന്നത് കേട്ടോ. ഗൂഡല്ലൂരൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ ഒരു അറിവ്, പൂക്കളുടെ കൃഷിയാന്ന് തോന്നുന്നു അവിടെ കൂടുതൽ. ഇത് ഇങ്ങോട്ടൊക്കെ മറ്റേ ആ കോഴിപ്പൂ, നമ്മൾ അത്തപ്പൂവിനിടുന്നത്, അതൊക്കെ ഈ നല്ലോണം വളർന്ന് നിൽപ്പുണ്ട് ഇവിടെ. അതിനപ്പുറത്ത് എന്തോ ചെടികളുടെ കൃഷിയാണെന്ന് തോന്നുന്നു. ഇവർ കൃഷി വിട്ടൊരു പരിപാടിയില്ല കേട്ടോ. ഏതൊക്കെ സാധനങ്ങൾ കൃഷി ചെയ്ത് എടുക്കാൻ പറ്റുമോ അതെല്ലാം അവർ കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട് ഇവിടെ. അവിടെ നോക്കി, അവിടെ 2 ചേച്ചിമാരൊക്കെ ഇരുന്ന് നിലമൊക്കെ റെഡിയാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെയും പൂവിൻ്റെ കൃഷിയാണെന്ന് തോന്നുന്നത്. വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു പൈപ്പൊക്കെ ഇട്ട് വെള്ളം ഇങ്ങനെ വലിച്ചെടുത്തേക്കുന്നു. ഇവരുടെ മെയിൻ മാർക്കറ്റ് കേരളം തന്നെ കേട്ടോ. കേരളത്തിലോട്ട് എന്തൊക്കെ കയറ്റി വിടാൻ പറ്റുമോ അതെല്ലാം ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട് ഹൈവേയുടെ സൈഡിൽ. നമുക്ക് എന്തായാലും വീണ്ടും തേനി ലക്ഷ്യമാക്കി തന്നെ മുമ്പോട്ട് പോവാം. നമ്മുടെ യാത്രയിലെ ഫസ്റ്റ് ടോൾ കഴിഞ്ഞു കേട്ടോ. അത് ബാക്കിൽ തമിഴ്നാട് ഇവിടെ നാഷണൽ ഹൈവേയുടെ ഫസ്റ്റ് ടോൾ ഗേറ്റ് കഴിഞ്ഞു. ഫാസ്ടാഗ് എടുക്കാൻ നമ്മൾ വിട്ടുപോയി. ഫാസ്ടാഗ് എടുക്കണമെന്ന് വിചാരിച്ച് വരുന്ന വഴിക്കൊന്നും ഫാസ്ടാഗിന്റെ മറ്റേ ചെയ്യുന്നവരെയൊന്നും കണ്ടില്ല. അങ്ങനെ ഫാസ്ടാഗ് ഇല്ലാത്തതുകൊണ്ട് നോ ഫാസ്ടാഗ് ചാർജ് എന്ന് പറഞ്ഞ് നമ്മുടെ 4 വീലേഴ്സിന് ചെറിയ വണ്ടികൾക്ക് 55 ആയിരുന്നു. നോ ഫാസ്ടാഗ് ചാർജ് എന്ന് പറഞ്ഞ് എക്സ്ട്രാ ഒരു 55, അങ്ങനെ 110 രൂപ മേടിച്ചിട്ടുണ്ട് അവിടെ ടോളില്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടോൾ ബൂത്ത് കഴിഞ്ഞു. നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തി ഫുഡൊക്കെ വെച്ച് കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരമായി. നമ്മൾ ഈ ഹൈവേ കൂടെ തന്നെ പൊക്കോണ്ടിരിക്കുക. കൊടൈക്കനാലിന് ഏകദേശം 90 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇന്ന് കൊടൈക്കനാൽ കയറുന്നില്ല, നെക്സ്റ്റ് ടൈം കയറാം. ഇത് നമുക്ക് മാക്സിമം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു. ഈ സത്യം പറഞ്ഞാൽ ഈ ഹൈവേ കൂടെ പോകുമ്പോൾ തന്നെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഇവിടുന്ന് ഡിണ്ടിഗലിന് സ്ട്രൈറ്റ് 70 കിലോമീറ്റർ, തിരുച്ചിറപ്പള്ളി 76, ചെന്നൈ ഇവിടുന്ന് ഇനി കിടക്കണോ 499, കൊടൈക്കനാലിൽ ഇവിടുന്ന് ഇനി 87 കിലോമീറ്റർ കൂടി ഉണ്ട് കൊടൈക്കനാലിന്. ഹൈവേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. അതേ ദൂരെ ചെന്ന ആകാശത്തോട്ടോ അല്ലെങ്കിൽ ആ മലയിലോട്ടോ ഒക്കെ കയറുന്ന പോലെ ഹൈവേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ചോളം ആയിട്ട് ഈ ഒരു ഒറ്റ റോഡ്, സ്ട്രെയിറ്റ് റോഡിൽ കൂടെ വന്നോണ്ടിരിക്കുക. അടിപൊളി റോഡാട്ടോ, പറയാതിരിക്കാൻ വയ്യ. മുമ്പിൽ ഏതും ഒരു വലിയ കൊടുമുടി കാണാം, അതിങ്ങനെ അങ്ങോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡെല്ലാം ഗ്രാമങ്ങളാണെന്ന് തോന്നുന്നു. അവിടെ കുറെ വീടുകളും കാര്യങ്ങളും എല്ലാം കാണാം. ഇവിടുത്തെ വീടുകളെല്ലാം വേറൊരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ്, വേറൊരു സ്ട്രക്ചറാണ്. സ്ട്രെയിറ്റ് മുമ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കേട്ടോ, ആ റോഡിന്റെ അങ്ങേറ്റം നമുക്ക് കാണാം. അടിപൊളി. സൈഡിലെല്ലാം ഒരു മാറ്റമല്ല കേട്ടോ. ഇവിടെ കൃഷി എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ സൈഡിലുള്ളൂ. ഞങ്ങളിപ്പോ ഒരു 100 കിലോമീറ്റർ ഓടി കുറെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ ഇപ്പൊ സെറ്റിൽമെന്റ്സ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സെറ്റിൽമെന്റ്സ് ഉള്ളതൊക്കെ കാണുന്നത് ഇപ്പോഴാണ്. നേരത്തെ എല്ലാം ഒറ്റപ്പെട്ട് വീടുകളും ഫാം ഹൗസുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ് സെറ്റിൽമെന്റ് ആണത്. സ്ട്രെയിറ്റ് ഒറ്റ റോഡ്, മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് അങ്ങ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള പടം വരച്ചതുപോലെ കുടുകുടികൾ കാണാം കേട്ടോ. ഡ്രൈവ് ഭയങ്കര രസമാണ്, നല്ല സുഖമുണ്ട്. അത് ഇവിടെ പിന്നെ ഫുള്ള് ട്രാക്ടറാണ്. നമ്മുടെ നാട്ടിൽ ഈ സംഭവം കാണാനല്ല, ട്രാക്ടറിനകത്താ ഫുള്ള് ലോഡ് കൊണ്ടുവന്നത്. ഈ കളത്തിൽ നിന്ന് കട്ട ചുട്ടതും അങ്ങനെ കരിമ്പുരുഷി ഉണ്ടോ, ഈ കളത്തിൽ നിന്ന് കട്ട ചുട്ടെടുത്തത് കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ട്രാക്ടറിനകത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. വാഴത്തോപ്പ് തെങ്ങുത്തോപ്പ്, വാഴത്തോപ്പ് തെങ്ങുത്തോപ്പ്, ഇത് രണ്ടും അല്ലാതെ ഇങ്ങോട്ട് കുറെ കയറിയിട്ട് വേറൊന്നും കാണാനില്ല.
സന്ധ്യയായി. ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്കൊന്ന് നടു നോക്കാൻ വേണ്ടി നിർത്തിയതാണ്. കുറച്ച് മുമ്പിലോട്ട് വന്നപ്പോഴത്തേക്ക് അടിപൊളി വിഷ്വൽസ് കേട്ടോ ഇവിടെ. സൂര്യൻ അവിടെ അസ്തമിച്ചു. ആ മലയുടെ പുറകിൽ സൂര്യൻ താന്നു കഴിഞ്ഞു. ഇവിടേക്ക് നോക്കി, അത് വേപ്പാന്ന് തോന്നുന്നു. വേപ്പിന്റെ കുറേ ചെടികളല്ല, അത് മരങ്ങളായി ആക്ച്വലി. അതിങ്ങനെ തഴച്ച് നല്ല വളർന്നു നിൽപ്പുണ്ട്. നല്ല നാഷണൽ ഹൈവേ ഇതാ പോകുന്നു. ഇതാ നമ്മുടെ വണ്ടി അപ്പുറത്തായിട്ട് ഒതുക്കിയിട്ടുണ്ട്. അവിടെ കുറച്ചിങ്ങനെ എന്തോ കൃഷിഭൂമി, കൃഷി എന്തോ സെറ്റ് ചെയ്തേക്കാണ്. അതിനകത്ത് അങ്ങ് ഈ മരങ്ങൾ നിൽക്കുന്നുണ്ടോ, അത് ഭയങ്കര രസം കേട്ടോ. അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഈ സൈഡ് വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കൃഷിയാണ് കേട്ടോ. അതെ അവിടെ മുള്ളുവേലി വെച്ച് അതിരെല്ലാം തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിലം ഒരുക്കി ഇട്ടിരിക്കുന്നതാണ്. അതിനപ്പുറത്ത് എന്തോ വിള നട്ടിട്ടുണ്ട്. അതിങ്ങനെ എടുത്തു വരുന്നു. സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പോട്ട് തന്നെ പോകേണ്ടത്. നമ്മളെന്തായാലും ഒന്ന് നടു നോക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞാൻ പറഞ്ഞില്ല, റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ. അവിടെ നോക്കുമ്പോൾ ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചിലാണ് ഹൈവേ കിടക്കുന്നത്. ഇവിടെ ഒരു ജംഗ്ഷനാണ്, 4 കൂടുന്ന ജംഗ്ഷൻ വന്ന് ഇവിടുന്ന് 4 വഴിക്ക് നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് തന്നെ കേട്ടോ. സ്ട്രെയിറ്റ് തന്നെ. നമ്മളിന്ന് എന്തായാലും കൊടൈക്കനാൽ അടുത്ത് താഴെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ച് വന്ന പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് കൊടൈക്കനാലിൽ താഴെ ഘാട്ട് റോഡിന്റെ താഴെ സ്റ്റേ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ നമ്മളറിഞ്ഞില്ല, ഇച്ചൂടെ മുമ്പോട്ട് പോയിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ഓടി മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ ചെക്കിങ്ങിന് നിന്ന പോലീസുകാർ കേരളത്തിൽ നിന്ന് വന്ന വണ്ടി ഉണ്ടായിരിക്കും. നല്ല ചെക്കിങ് ആയിരുന്നു. സാധനം കടത്തിക്കൊണ്ട് പോകുന്നോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല, നമ്മുടെ ഒന്നുമില്ലല്ലോ, നമ്മുടെ ഓൺ ക്ലിയറാ. അങ്ങനെ നമ്മൾ കയറി. അപ്പോൾ നമ്മുടെ പറഞ്ഞാൽ അവിടെ അങ്ങ് കിടക്കണ്ട, കൊടൈക്കനാൽ പോയി സ്റ്റേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് രാവിലെ കയറുന്നുള്ളൂ, ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് താഴെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ കയറുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അത് വേണ്ട, താഴെ നിന്ന് കിടക്കണ്ട, സേഫ് അല്ല, അതുകൊണ്ട് മേളിൽ കൊടൈക്കനാൽ പോയി സ്റ്റേ ചെയ്താൽ മതി എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ആഗ്രഹം ഈ ഘാട്ട് റോഡ് രാവിലെ കാണിക്കണമെന്നായിരുന്നു. അപ്പം മുമ്പോട്ടൊക്കെ നോക്കി നമ്മളിപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. പകൽ വെളിച്ചത്തിൽ ഈ കയറി പോകുന്നതൊക്കെ കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളെന്തായാലും മുമ്പോട്ട് പോയി നോക്കാം. ഇൻ കേസ് നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനൊരു സ്ഥലമോ കുറച്ച് കടയും കാര്യങ്ങളും ആൾക്കാരൊക്കെ ഒരു സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. എന്നിട്ട് പകല് മേപ്പോട്ട് കയറിപ്പോ. അപ്പൊ നമുക്ക് ഒരുപാട് ചുരം കയറുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പകല് സമയത്ത് കാണാൻ നല്ല രസമായിരിക്കുമല്ലോ. രാത്രി ഇതേപ്പം നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞാലും വണ്ടിയുടെ വെട്ടത്തിൽ കാണുന്ന ഈ ഒരു കാഴ്ചയേ ഉള്ളൂ. ഇടതുവശത്തോട്ട് ഫുള്ള് കൊക്കയാണ്. അങ്ങോട്ട് ടൗൺഷിപ്പും കാര്യങ്ങളും ലൈറ്റ് അതെല്ലാം കാണാം. പക്ഷേ അത് നമുക്ക് രാത്രി കണ്ടിട്ട് ഒരു സുഖമില്ല. മാക്സിമം നമുക്ക് നോക്കാം, ഇടയ്ക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ സ്ഥലം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. എന്നിട്ട് പകല് കയറാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് കൊടൈക്കനാൽ റീച്ച് ആവേണ്ടി വരും. ഇനി ഏകദേശം ഒരു 40 കിലോമീറ്ററോടെ ഉള്ളൂ കൊടൈക്കനാലിലോട്ട്. ചുരം കയറി തുടങ്ങി. ചുരം കയറി ഒരു കാൽഭാഗം ഞങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ചുരം കയറി ഒരു പകുതിയോളം ആയി കേട്ടോ. കൊടൈക്കനാലിൽ ഇനി ഏകദേശം ഒരു 30-32 കിലോമീറ്ററോടെ കണ്ടേ ഉള്ളൂ. നല്ലോണം ചുരം കയറിയേക്ക് പോകുന്നു. ഇപ്പൊ തന്നെ ക്ലൈമറ്റ് എല്ലാം മാറി കേട്ടോ. നല്ല തണുപ്പായിട്ടുണ്ട്. താഴത്തെ ചൂടെല്ലാം മാറി നല്ല തണുപ്പായിട്ടുണ്ട്. പക്ഷെ എങ്ങും സ്റ്റേ ചെയ്യാനൊരു സ്ഥലം കിട്ടുന്നില്ല. മിക്കവാറും ഇന്ന് രാത്രി നമുക്ക് കൊടൈക്കനാൽ ടൗണിൽ കയറേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലവും കിട്ടുന്നില്ല. ഫോറസ്റ്റ് ആട്ടോ, പക്കാ ഫോറസ്റ്റ് ആണ്. നമുക്ക് കൊടൈക്കനാൽ ഒരു 10-20 കിലോമീറ്റർ മുമ്പായിട്ട് ഭാരത് പെട്രോളിയത്തിന്റെ ഒരു പമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പമ്പിൽ കൊണ്ടുവന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് രാത്രി വിചാരിക്കുന്നില്ല, നമ്മൾ ഇന്നിവിടെ തന്നെയാണ് രാത്രി സ്റ്റേ. എന്തായാലും പകലിനി ബാക്കി ചുരത്തിൻ്റെ കാഴ്ചകളും അത് ഏകദേശം നല്ലൊരു മേജർ ഒരു പോർഷൻ കാഴ്ചകളും നമുക്ക് മിസ്സായി.
എന്തായാലും പകൽ ഇനി അതെല്ലാം കണ്ടിട്ടേ മേപ്പോട്ട് കയറുന്നുള്ളൂ. ചുരത്തിൻ്റെ കാഴ്ച എല്ലാം കണ്ടിട്ട് തന്നെ മേപ്പോട്ട് കയറുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ടയേർഡുമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ വണ്ടി ഇവിടെ ഒതുക്കി ജിത്തു കൂടെ ബാക്കി പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു അകത്തെ ബെഡിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബാഗുകളും കാര്യങ്ങളെല്ലാം എടുത്ത് ഫ്രണ്ടിലോട്ട് കിട്ടും. അവനിപ്പോൾ ഒതുക്കിക്കൊണ്ടൊക്കെയാണ്. വണ്ടി മൊത്തത്തിൽ 2 ദിവസത്തിനുള്ളിൽ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. എല്ലാം ചടപടേന്നായിട്ട് ഇടിപിടിന്ന് ഓടി വന്നതാണ്. അതുകൊണ്ടൊന്നും വിശദമായിട്ട് കാണിക്കാനും ഒന്നും പറ്റിയില്ല. എന്തായാലും നമുക്ക് ഉടനെ തന്നെ വണ്ടി മൊത്തത്തിലൊന്ന് കാണാം. അങ്ങനെ എന്തായാലും രാവിലെ കുട്ടിക്കാനത്തു നിന്ന് തുടങ്ങിയ ഞങ്ങളുടെ ഡ്രൈവ് ഇപ്പം കൊടൈക്കനാലിന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഇപ്പുറം വെച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ഡ്രൈവ് തീരുകയാണ്. ഒന്ന് ഉറങ്ങണ്ടായിരുന്നോ? ക്ഷീണമുണ്ട്. നല്ല തണുപ്പ്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല തണുപ്പാട്ടോ. ഇവിടെ കഴിയുമ്പോഴത്തേക്ക് തണുപ്പ് കൂടും. ക്ലൈമറ്റ് നല്ല അടിപൊളിയാണ്. ഇവിടെ ഉറങ്ങാനും എന്തായാലും സുഖമായിരിക്കും. ഇന്നലെ അടിപൊളിയായിരുന്നു. ഇന്നലെ കുട്ടിക്കാലത്ത് അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ ചുരം കയറി നിൽക്കുന്നത്. കൊടൈക്കനാൽ ഏകദേശം അടുത്തായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെയും. ഇത്തും ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് കുക്ക് ചെയ്ത് ഫുഡ് വണ്ടിക്കകത്തിരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് കിടക്കട്ടെ. നമുക്കപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.